നമസ്കാരം, എല്ലാവർക്കും ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 കെമിസ്ട്രി ഇംപ്രൂവ്മെൻറ്റിൻ്റെ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് എക്സാം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഫുൾ മാർക്കിലേക്ക് എത്തണം. ചിലർക്കാണെങ്കിൽ 1 മാർക്കിനൊക്കെ ആവും A+ നഷ്ടപ്പെട്ടത്. ആ A+ നഷ്ടപ്പെട്ട സ്റ്റുഡൻസിനാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച മാർക്ക് സ്കോർ ചെയ്യണം. അതായത് നിങ്ങൾക്ക് ഫുൾ മാർക്കിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ട്രാറ്റജി ഫോളോ ചെയ്തിട്ട് ഞങ്ങളുടെ ഇംപ്രൂവ്മെൻറ്റ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ആവാവുന്നതാണ്. അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അടങ്ങിയിട്ടുള്ള ഗൂഗിൾ ഫോം ലിങ്ക് നിങ്ങൾ ഫിൽ ചെയ്ത് വിടുക. അത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് +1 കെമിസ്ട്രിയുടെ 2nd ചാപ്റ്ററായിട്ടുള്ള സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററിൽ എങ്ങനെയാണ് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് നന്നായി പഠിക്കുന്നത് എന്നതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻസ് കൂടെയുള്ള ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓരോ ക്വസ്റ്റ്യനും നല്ല ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ഓരോ സെക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു ചാപ്റ്റർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അടുത്ത 10 വർഷത്തെ എക്സാമിൻ്റെ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഏകദേശം 5 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്താൽ മനസ്സിലാകും. ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ക്വാണ്ടം നമ്പേഴ്സ് എന്ന സെക്ഷനാണ്. ക്വാണ്ടം നമ്പേഴ്സ് എന്താണ് ക്വാണ്ടം നമ്പേഴ്സ് ആൻഡ് explain the types of quantum numbers, types of different quantum numbers. Quantum numbers അത് പ്രധാനമായിട്ട് 4 ടൈപ്പിലുള്ള ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ എന്താണ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് ചോദിച്ചാൽ, ക്വാണ്ടം നമ്പേഴ്സ് വിച്ച് ഡിസ്ക്രൈബ്സ് സൈസ്, ഷേപ്പ് ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് atomic orbitals. ശരിക്കും എന്താണ് ക്വാണ്ടം നമ്പേഴ്സ് എന്നത് കൊണ്ടിട്ട് നമുക്ക് ബ്രീഫായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഒരു ആറ്റത്തിനകത്ത് ഇലക്ട്രോൺസ് ഉണ്ട്. അത് മൂവ് ചെയ്യപ്പെടുന്നതിനാവശ്യമായിട്ട് കുറച്ച് ഓർബിറ്റ്സുകളും ആ ഓർബിറ്റുകൾക്കകത്ത്, അതായത് ഷെല്ലുകൾക്കകത്ത് കുറേയധികം ഓർബിറ്റൽസുകളുമുണ്ട്. SPDF തുടങ്ങിയ ഓർബിറ്റൽസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നൽകുന്ന ഒരു പാരാമീറ്ററാണ് എന്തെന്ന് പറയുന്നത് ക്വാണ്ടം നമ്പേഴ്സ്. ക്വാണ്ടം നമ്പേഴ്സ് പ്രധാനമായിട്ടും നമുക്കൊരു ഡെഫിനിഷൻ പറയാനാണെങ്കിൽ, ക്വാണ്ടം നമ്പേഴ്സ് വിച്ച് ഡിസ്ക്രൈബ്സ് ദി സൈസ്, ഷേപ്പ് ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് ദി അറ്റോമിക് ഓർബിറ്റൽസ്. പ്രധാനമായിട്ടും ക്വാണ്ടം നമ്പേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ 4 ടൈപ്പ് ക്വാണ്ടം നമ്പേഴ്സാണ് മെയിനായിട്ടുള്ളത്. അത് ഏതൊക്കെ ടൈപ്പ് ക്വാണ്ടം നമ്പേഴ്സ് ആണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ ഈസ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. The second one is azimuthal quantum number. The third one is magnetic quantum number. And fourth one is spin quantum numbers. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്നത് നമ്മൾ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, N എന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് L എന്ന ലെറ്റർ യൂസ് ചെയ്യും. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് M എന്ന ലെറ്റർ സൂചിപ്പിക്കും. ഇനി സ്പിൻ ക്വാണ്ടം നമ്പർ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് S എന്ന ലെറ്റർ കൊണ്ടിട്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. നമ്മൾ പഠിച്ച് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് വെച്ചാൽ, quantum numbers, it describes the size, shape and orientation of atomic orbitals. Quantum numbers are of mainly 4 types such as principal quantum number, azimuthal quantum number, magnetic quantum number and spin quantum number. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഈ 4 ക്വാണ്ടം നമ്പേഴ്സിനെയും എക്സ്പ്ലെയിൻ ചെയ്യണം. ഫസ്റ്റ് വൺ ഈസ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അപ്പോൾ എന്താണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. എന്താണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് ചോദിച്ചാൽ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ
which describes the shell, which describes അല്ലെങ്കിൽ it describes the shell, it describes to describe the shell, അതായത് സൈസ് ഓഫ് ദി ഷെല്ലിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ തരുന്നു. ഇപ്പോൾ ഷെല്ലെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുണ്ട്, കെ ഷെല്ലുണ്ട്, എൽ ഷെല്ലുണ്ട്, എം ഷെല്ലുണ്ട്, ഇങ്ങനെയുള്ള ഷെൽസുകളുണ്ട്. അപ്പോൾ ഷെല്ലുകളെ കുറിച്ചിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ തരുന്ന ആളാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അതെങ്ങനെയാണ് ഡിസ്ക്രിപ്ഷൻ തരുന്നതെന്ന് വെച്ചാൽ, ലെറ്റ്സ് ടേക്ക് ആൻ എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്താൽ, നമ്മൾ എക്സാമ്പിളായിട്ട് 3p എന്ന അറ്റോമിക് ഓർബിറ്റൽസ് കൺസിഡർ ചെയ്തു. എന്താ 3p? ഇതിൽ 3 എന്ന് പറയുന്ന ആളാണ് എന്ത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. മനസ്സിലായോ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടേം, ആ ഒരു ലെറ്റർ എന്ന് പറയുന്നത് n ആണ്, സ്മോൾ n. അപ്പോൾ 3pൻ്റെ n വാല്യൂ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂ n is equal to 3. മനസ്സിലായോ? നമുക്കിതുപോലെ അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കഴിഞ്ഞിട്ട് അടുത്ത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. Second one is azimuthal quantum number. Azimuthal quantum number. Azimuthal quantum number എന്ന നമ്പർ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടേം അല്ലെങ്കിൽ ആൽഫബറ്റ് എന്താണെന്ന് ചോദിച്ചാൽ L ആണ്. It describes orbital. ഓർബിറ്റൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? എസ്, പി, ഡി അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുള്ളതെല്ലാം ഓർബിറ്റൽസ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഇറ്റ് ഡിസ്ക്രൈബ്സ് ഓർബിറ്റൽ. അസിമുത്തൽ ക്വാണ്ടം നമ്പർ, അടുത്ത രണ്ടാമത്തെ പോയിന്റ്, അസിമുത്തൽ ക്വാണ്ടം നമ്പേഴ്സിന് ഏതൊക്കെ വാല്യൂസ് പോസിബിൾ ആണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇറ്റ് ക്യാൻ ഹാവ് വാല്യൂസ് ഫ്രം 0 to n-1 വാല്യൂ. 0 മുതൽ n-1 വരെയാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂസ് റേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ പറയാം, 0 to n-1 വാല്യൂസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. വിച്ച് മീൻസ് ദാറ്റ് എൽ വാല്യൂ 0 ആണെങ്കിൽ എസ് ഓർബിറ്റലിനെ സൂചിപ്പിക്കും. ഇനി എൽ വാല്യൂ 1 ആണെങ്കിൽ പി ഓർബിറ്റൽസിനെ ആണ് ഡിനോട്ട് ചെയ്യുന്നത്. എൽ വാല്യൂ 2 ആണെങ്കിൽ അത് ഡി ഓർബിറ്റൽസിനെ ഡിനോട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു വാല്യൂസ് പോകുന്നത്. നമുക്ക് 3p എന്ന ഒരു അറ്റോമിക് ഓർബിറ്റൽ കൺസിഡർ ചെയ്യാം. അങ്ങനെ കൺസിഡർ ചെയ്താൽ ഇവിടെ p ആണ്. p മീൻസ് അതിൻ്റെ എൽ വാല്യൂ എത്രയാണ്? എൽ വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് L is equal to 1. അപ്പോൾ ഇങ്ങനെയാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി തേർഡ് വൺ എന്ന് പറയുമ്പോഴത്തേക്ക് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സ് ആണ്. എന്താണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സ്? തേർഡ് വൺ ഈസ് magnetic quantum number. Magnetic quantum number. Magnetic quantum number ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മോൾ m ആണ് യൂസ് ചെയ്യുന്നത്. സ്മോൾ m ആണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സിന് എത്ര വാല്യൂസ് ഉണ്ട് എന്നാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. -L മുതൽ -L to +L വാല്യൂസ് പോസിബിൾ. വാല്യൂസ് പോസിബിൾ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതെന്താണ് ഈ -L മുതൽ +L വരെ എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ എടുത്തു 3p എന്ന് എടുത്തപ്പോൾ അതിൻ്റെ എൽ വാല്യൂ എന്ന് പറയുന്നത് ഇത് പി ഓർബിറ്റൽ ആയതുകൊണ്ടിട്ട് SP. അപ്പം 0, 1 ആയിരിക്കും അതിൻ്റെ വാല്യൂ. എൽ വാല്യൂ 1 ആണ്. അപ്പം -L മുതൽ +L വരെ വാല്യൂസ് ഉദ്ദേശിക്കുമ്പോൾ എങ്ങനെയാണ്? അതായത് -L എന്ന് പറയുമ്പോഴത്തേക്ക് ഈ എല്ലിൻ്റെ വാല്യൂ -1 ഉണ്ട്, 0 ഉണ്ട്, 1 ഉണ്ട്. അപ്പോൾ ഈ 3 വാല്യൂസാണ് എന്തിന് പോസിബിൾ ആയിട്ടുള്ളത്? ഈ 3p എന്ന് പറഞ്ഞിട്ടുള്ള അറ്റോമിക് ഓർബിറ്റൽസിന് പോസിബിൾ ആയിട്ട് വരുന്നത്. അതിൽ p എന്ന ആളിനെ മാത്രമാണ് നമ്മൾ ശരിക്കും എടുത്തത്. അപ്പോൾ നമുക്ക് നോക്കാം, ശരിക്കും ഒരു p ഓർബിറ്റൽ കൺസിഡർ ചെയ്താൽ നമ്മൾ ഇങ്ങനെയാണ് പടം വരയ്ക്കുന്നത്. അതിൻ്റെ ഓർബിറ്റുകൾ 3 എണ്ണമാണുള്ളത് അല്ലേ? ഈ 3-ൽ ആദ്യത്തതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് -1. ഇനി സെക്കൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് 0. ഇനി തേർഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1. അത്രയും ക്ലാരിഫിക്കേഷൻ ഏതൊരാൾക്കും മനസ്സിലായിരിക്കണം. അനദർ ഒരു എക്സാമ്പിൾ, ഒരു കേസ് സ്റ്റഡി പോലെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ 3p1 എന്ന് പറഞ്ഞു. 3p1 എന്ന് പറയുമ്പോഴത്തേക്ക് 3p1 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലാസ്റ്റ് ഫില്ല് ചെയ്തിരിക്കുന്ന എലമെൻറ്റിൻ്റെ
മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 3p1. ഇപ്പോൾ പി എന്ന് പറയുമ്പോഴത്തേക്ക് 3 ഓർബിറ്റ് ഉണ്ട്, അതിലെ 1 ആദ്യത്തിലാണ് ഒരു ഇലക്ട്രോൺ ഇരിക്കുന്നത്. ദാറ്റ് മീൻസ് അതിൻ്റെ വാല്യൂ എത്രയായി? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ വാല്യൂ അതിൻ്റെ -1 ആയിരിക്കും വാല്യൂ. വ്യക്തമായിട്ട് നമുക്ക് ഓർബിറ്റിനകത്ത് ഇലക്ട്രോൺസ് പ്ലേസ് ചെയ്തിരിക്കുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പേഴ്സ് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ്. ഇനി ലാസ്റ്റ് വൺ നമ്മൾ പറയുന്നത് സ്പിൻ ക്വാണ്ടം നമ്പേഴ്സ് ആണ്. എന്താണ് സ്പിൻ ക്വാണ്ടം നമ്പർ? സ്പിൻ ക്വാണ്ടം നമ്പർ എന്താണ് സ്പിൻ ക്വാണ്ടം നമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, സ്പിൻ ക്വാണ്ടം നമ്പർ S വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സ്പിൻ ക്വാണ്ടം നമ്പേഴ്സിൻ്റെ വാല്യൂസ്, ഇറ്റ് ക്യാൻ ഹാവ് വാല്യൂസ് -12 ഓർ +12. ഒരു ഓർബിറ്റ് എസിൻ്റെ ഒരു ഓർബിറ്റ് നമ്മൾ കൺസിഡർ ചെയ്താൽ അവിടെ 2 ഇലക്ട്രോൺസിനാണ് മാക്സിമം അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആദ്യത്തെ ഇലക്ട്രോണിന് നമ്മൾ -12 ആണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ +12 ആണെന്ന് പറഞ്ഞാൽ, അതിന് രണ്ടാമത്തെ ഇലക്ട്രോണിന് അതിൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് -12 ആയിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെയാണ് സ്പിൻ ഓറിയൻറ്റേഷൻ ഓഫ് ഇലക്ട്രോൺസ്. അതാണ് സ്പിൻ ക്വാണ്ടം നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ ഒരു ആറ്റത്തിൽ ഷെല്ല് ആദ്യം കൺസിഡർ ചെയ്തു. ഷെല്ല് കഴിഞ്ഞിട്ട് സബ് ഷെല്ല്, അതായത് ഓർബിറ്റൽസിലേക്ക് കയറി ഓർബിറ്റൽസിൻ്റെ ഓർബിറ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അവസാനം ഒരു ഓർബിറ്റ് കൺസിഡർ ചെയ്താൽ അതിൽ 2 ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അതിനും സെപ്പറേറ്റ് വാല്യൂസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അതായത് ഒരു ആറ്റത്തിനകത്തിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ഇലക്ട്രോണിൻ്റെ വരെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ നമുക്ക് ക്വാണ്ടം നമ്പേഴ്സ് വെച്ച് കിട്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പറയാം, ക്വാണ്ടം നമ്പേഴ്സ് വെച്ച് ഡിസ്ക്രൈബ് ദി സൈസ്, ഷേപ്പ് ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് ദി ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം എന്നും നമുക്ക് പറയാറുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനദർ ക്വസ്റ്റ്യൻ, ഏറ്റവും അധികം ടൈംസ് ചോദിച്ചിട്ടുള്ള അനദർ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് കോൺസെപ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ദാറ്റ് ഈസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണ്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എല്ലാവർക്കും അറിയാം. ഇറ്റ് ഈസ് ദി ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം എ മെറ്റൽ സർഫസ് വെൻ സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ഈസ് ഫാൾസ് ഓൺ ഇറ്റ്. ഒരു മെറ്റൽ സർഫസിലേക്ക് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് വന്ന് പാസ് ചെയ്യുമ്പോഴത്തേക്ക് ആ മെറ്റൽസിൽ നിന്നും ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുന്ന ഫിനോമിന എന്ന് പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് ദി ejection of electrons from a metal surface when suitable frequency of light is falls on it. ഒരു മെറ്റൽ നമ്മൾ കൺസിഡർ ചെയ്തു, അതിലേക്ക് ഒരു ബീം ഓഫ് ലൈറ്റ് ഇങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നിന്നും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്ന ഫിനോമിന എന്ന് പറയുന്നവരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് എ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം എ മെറ്റൽ സർഫസ് വെൻ സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ഈസ് ഫോൾസ് ഓൺ ഇറ്റ്. ഇനി നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൻ്റെ പോസ്റ്റുലേറ്റ്സ് ആണ് പറയുന്നത്. ഹെൻറിച്ച് ഹെഡ്സ് എന്ന സയൻറ്റിസ്റ്റ് കൊണ്ടുവന്ന പോസ്റ്റുലേറ്റ്സ്. 3 പോസ്റ്റുലേറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, there is no time lag between striking of light beam and ejection of electron. അപ്പോൾ ആദ്യത്തെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൻ്റെ പോസ്റ്റുലേറ്റ്സ് എന്താണ് പുള്ളി പറഞ്ഞത്? ഹെൻറിച്ച് ഹെഡ്സ് പറഞ്ഞത്, there is no time lag between the striking of light beam and ejection of electrons, which means that ലൈറ്റ് ബീംസ് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ആ നിമിഷം തന്നെ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത സെക്കൻഡ് കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ, ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റും ഫോട്ടോ ഇലക്ട്രിക് എമിഷനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലാണ്. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ വിച്ച് മീൻസ് ദാറ്റ് രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്സ് എന്താ? ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഫോട്ടോ ഇലക്ട്രിക് എമിഷനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലാണ്. വിച്ച് മീൻസ് ദാറ്റ് കൂടുതൽ ഇൻറ്റൻസിറ്റി ഉള്ള ലൈറ്റ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്താൽ
മോർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. അടുത്ത തേർഡ് വൺ എന്ന് പറയുന്നത് മിനിമം ഫ്രീക്വൻസി ഫോർ photoelectric emission is called threshold frequency. Important ആണ്. Minimum frequency for photoelectric emission is called threshold frequency. Minimum frequency for photoelectric emission is called threshold frequency, which means that intensity of light beams in ഒരു particular frequency വേണം particular frequency വേണം ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദാറ്റ് മീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് വരുന്ന ഇൻസിഡൻറ്റ് ഫോട്ടോൺസിന് പർട്ടിക്കുലർ ഫ്രീക്വൻസി വേണം. ആ പർട്ടിക്കുലർ ഫ്രീക്വൻസിക്ക് പറയുന്ന പേരാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന ആ ഒരു ഫ്രീക്വൻസിയിൽ മാത്രമാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുന്നത്. ത്രഷോൾഡ് ഫ്രീക്വൻസിയിലും അതിന് താഴെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നടക്കത്തില്ല, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കത്തില്ല. ത്രഷോൾഡ് ഫ്രീക്വൻസിയിലും അതിന് മുകളിലോട്ടും ഉള്ള എന്ത് വന്നാലും ഫ്രീക്വൻസിയുള്ള ലൈറ്റ് ബീംസ് അല്ലെങ്കിൽ ഫോട്ടോൺസ് കടന്നു വന്നാൽ എന്ത് നടക്കും? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നടക്കും. അപ്പോൾ ഈ ഒരു ത്രഷോൾഡ് ഫ്രീക്വൻസി വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് h nu is equal to h0 plus half mv². ഇലക്ട്രോൺസിൻ്റെ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ മാസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസിൻ്റെ ആയിരിക്കും. മാസ് ഇലക്ട്രോൺസിൻ്റെ ഉദ്ദേശിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇക്വേഷൻ, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൻ്റെ ഇക്വേഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതിൽ h എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്, ന്യൂ ഫ്രീക്വൻസി ആണ്, μ0 എന്ന് പറയുന്നതാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി, ഇനി m മാസ് v വെലോസിറ്റിയാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹാഫ് mv² എന്ന് പറഞ്ഞാൽ എന്താ? അത് കൈനറ്റിക് എനർജിയാണ് ആ ഇക്വേഷൻ. ഇനി h എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഇവിടെ ന്യൂ ഫ്രീക്വൻസിയാണ്, വിച്ച് മീൻസ് ദാറ്റ് kinetic energy of ejected electrons is proportional to the frequency of electromagnetic radiation എന്നാണ് നമ്മൾ പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞു നോക്കി, ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, kinetic energy of ejected electrons is proportional to the frequency of electromagnetic radiation. ഫ്രീക്വൻസി എന്ന് മാത്രം പറയാൻ എന്താ കാരണം? പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടിട്ടാണ്.